ഇത് വന്നിട്ട് ഒരു ആഫ്രിക്കൻ ലേഡിയുടെ ഒരു പിക്ചറാണ് ഗൈസ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് ഈ കളർ കൊണ്ട് അടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ലൈറ്റ് കളറാണ്. അപ്പോൾ ഒരു ബ്ലാക്ക്, മെയിനായിട്ട് ബ്ലാക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ലൈറ്റ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതിൽ വളരെ ഭംഗിയായിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കോളേജിലൊരു പുതിയ ഐറ്റമാണ് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുണിയിലൊക്കെ എങ്ങനെ നമുക്ക് സാരിയിലായാലും ചുരിദാറിലായാലും എങ്ങനെ നമുക്ക് കളർ ചെയ്തെടുക്കാമെന്നുള്ള ഓരോരോ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഗൈസ് എല്ലാവർക്കും ഈ സംഭവങ്ങൾ കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം ഇതെന്താണ് ഈ വരണതെന്ന്. എന്താണ് ഗൈസ്? വാവ്, സൂപ്പർ. നല്ല, എനിക്ക് കിട്ടിയത് ഒരു ഇലയാണ് ഗൈസ്. ഇല നല്ല ഭംഗിയുള്ള ഒരു ഇല. വേറെ ഒരു സാധനം കൂടെ ഉണ്ട് ഗൈസ്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു പെണ്ണാണ് ഗൈസ്, നോക്കൂ. വാവ്, സൂപ്പർ. പിക്ചേഴ്സ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതാണ് ജുനൈദ്. ജുനൈദ് നമുക്ക് എന്തൊക്കെയോ തരാൻ പോകുന്നു. ഇതാണ് പൂ. വാവ്, നല്ല പൂ, നല്ല പൂ. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പൂ ചെമ്പരത്തിപ്പൂ. നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഭയങ്കര ത്രില്ലിലാണ്, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇതെപ്പോഴാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. പുതിയ നമുക്ക് 3 ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നല്ല ബ്രഷ്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഒരു ഈ പേപ്പർ, പിന്നെ ഒരു ചെമ്പരത്തിപ്പൂവ്, ഒരു ഇല, പിന്നെ ഒരാള്, പിന്നെ ഈ ഒരു ബ്രഷ്. ആർദ്ര, ഇതെന്താണ്? അതെന്താണ് ആർദ്ര? ആർദ്രയ്ക്ക് അതൊന്നും അറിഞ്ഞൂടാ ഗൈസ്, എന്ത് ചെയ്യേ. സൂര്യ, നീ ഇതിന് മുമ്പേ ഫാബ്രിക് പെയിന്റ് ചെയ്തിട്ടുണ്ടോ? എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഓക്കെ ഗൈസ്, ആദ്യം നമ്മൾ ഈ ക്ലോത്ത് അടിയിലിട്ടതിന് ശേഷം ഇതാണ് നമ്മുടെ കാർബൺ പേപ്പർ. അപ്പോൾ കാർബൺ പേപ്പറിന്റെ ഇങ്ക് വരുന്ന ഭാഗം ഈ കോട്ടൺ തുണിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് മറ്റേ ഭാഗം ഇത് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മുടെ ചിത്രം ഏതാണോ ആ ചിത്രം വെക്കുക. 2 മുട്ടുപിൻ എടുക്കുക, ഓപ്പോസിറ്റ് കുത്തുക. ഇതുപോലെ ഇവിടെ ഒന്ന് കുത്തുക, അതുപോലെ ഇവിടെ ഒന്ന് കുത്തുക. ഗൈസ്, ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പേനയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ സെയിം പ്രഷർ വരാൻ വേണ്ടിയാണ് പേനയിട്ട് വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിന്റെ മുകളിലൂടെ ആ കാർബണിന്റെ മുകളിൽ വെച്ച് ചിത്രം വരച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ചെമ്പരത്തി പൂവാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കൂടെ നമുക്ക് വരച്ചു തുടങ്ങാം ഗൈസ്. അപ്പം ഇത് അവസാനം എന്താവുമെന്നൊന്നും അറിയാൻ വയ്യെങ്കിലും നമുക്ക് വരച്ച് നോക്കാം. പേനയിട്ട് വേണം വരയ്ക്കാൻ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ഇവിടെ നിന്നേ തുടങ്ങാം. ഇങ്ങനെ നമുക്ക് വരച്ച് പോവാം. ഇനി ഞാൻ വരച്ച് അവസാനം ആകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഫൈനലി നമ്മളെല്ലാം വരച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനെ മണ്ടേ കൂടെ പേനയിട്ട് വരച്ചതിന് ശേഷം നമുക്ക് അടിയിൽ കാണിച്ചു തരാം. ഈ കാർബണിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇതാ ഇതുപോലെ കാണാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഭാഗം വരയ്ക്കാത്തതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇന്ന ഭാഗം വരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നുകൂടെ അറിയും. വീണ്ടും വരച്ചു കൊടുക്കാം ഗൈസ്. ഇതാണ് കാർബൺ പേപ്പർ. അപ്പോൾ ഈ ഒരു കാർബൺ പേപ്പറിൽ നമുക്ക് 5 ചിത്രം വരയ്ക്കാം. ഇങ്ങോട്ടെങ്കിൽ 6ാമത്തെ ചിത്രം കൂടെ വരയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു വരച്ച ഒരു പിക്ചർ തുണിയിൽ വരുമ്പോൾ ദാ ഈ ഒരു കളറിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് സെക്കൻഡ് പിക്ചർ വരയ്ക്കാം. സെക്കൻഡ് പിക്ചർ ഇതാണ് ഇലയുടെ പിക്ചറാണ്. സെയിം നമ്മൾ തുണി എടുക്കുക, അതിന് മുകളിൽ കാർബൺ പേപ്പർ വയ്ക്കുക, പിക്ചർ വയ്ക്കുക, വരയ്ക്കുക. ഗൈസ്, നമുക്ക് പെയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും 3 പെയിന്റ് വെച്ചാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കളർ ഇത്, 2ാമത്തെ കളർ ഇത്, 3ാമത്തെ കളർ. എല്ലാം ലൈറ്റ് കളറാണ് ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അവരെ കളർ നോക്കാം. അവരെ കളറ് ഒരു കളർ ഇത്, ഒരു കളർ പച്ച, ഒരു കളർ റോസ്. അശ്വതിയൊക്കെ ആസ്വദിച്ച് വരയ്ക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് 3ാമത്തെ പടത്തിലോട്ട് കിടക്കാം. ഇതാണ് 3ാമത്തെ പടം. അങ്ങനെ ഗൈസ്, നമ്മൾ 3 പടം വരച്ചതിന് ശേഷം വെള്ളം എടുക്കാൻ വേണ്ടി അവരൊരു ബൗളും കൊണ്ട് പോവാണ് ഗൈസ്. അപ്പൊ ടീച്ചർ പറഞ്ഞ് വെള്ളം എടുത്തോണ്ട് വരാം. അപ്പൊ നമുക്ക് പോയി വെള്ളം നിറച്ചുകൊണ്ട് വരാം. അശ്വതി, നീ എങ്ങനെ വരച്ചത്? കാർബൺ പേപ്പർ കൊണ്ട് ഗൈസ്. അശ്വതി വരച്ച 3 ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഗൈസ്. ഇനി നമുക്ക് ഈ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ആ തുണീനെ നമ്മൾ ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുള്ള
നമ്മുടെ ചിത്രം, ഇലയുടെ ചിത്രം. നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇലയ്ക്ക് കൊടുക്കാൻ പോകുന്ന കളറ് മിൻറ്റ് ഗ്രീനാണ്. മിൻറ്റ് ഗ്രീൻ. അപ്പം നമുക്ക് മിൻറ്റ് ഗ്രീൻ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് കണ്ടു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. അപ്പം നമ്മൾ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിൽ അടച്ച് വയ്ക്കാം. ബോട്ടിൽ കുറച്ചായി ഗൈസ്. അപ്പം നമുക്ക് പിന്നെ അവിടെ വയ്ക്കാം. തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ വെള്ളം അടപ്പിലെടുക്കുക. എന്നിട്ട് മുകളിൽ ഈ വെള്ളം, അതായത് നമ്മുടെ പെയിന്റിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സ്, അതായത് ഒഴുകുന്ന പരുവത്തിലാക്കാനാണ് ടീച്ചർ പറഞ്ഞത്. ഒഴുകുന്ന ഗൈസ്. അങ്ങനെ നമ്മൾ മിൻറ്റ് ഗ്രീൻ ആ കളർ നമ്മൾ അടിച്ചത് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കളറാണ് ഇത്. എന്ത് കളറാണ്? അക്വാ ബ്ലൂ. അക്വാ ബ്ലൂ ഇങ്ങനെ വടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാരാണ് അടിക്കുന്നത്? അത് അടിക്കുന്ന ആൾ അശ്വതി. ഇവിടെ എല്ലാവരും ഭയങ്കര ബിസിയാണ് ഗൈസ്. എല്ലാവരും മത്സരിച്ച് കളറടിക്കുകയാണ്, മത്സരിച്ച്. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി പഠിച്ചിരിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനൊക്കെ കളർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതായിട്ടാണ്.